മാലദ്വീപിൻ്റെ കഥ പ്രതികൂല സാഹചര്യങ്ങൾക്കെതിരെയുള്ള മനുഷ്യൻ്റെ സർഗാത്മകതയുടെയും ബുദ്ധിശക്തിയുടെയും കഥയാണ്. തൻ്റെ ചെറിയ വലിപ്പത്തിനോ താഴ്ന്ന ഭൂപ്രകൃതിക്കോ തന്നെ തളച്ചിടാൻ വിട്ടുകൊടുക്കാത്ത ഒരു രാഷ്ട്രത്തിൻ്റെ കഥയാണിത്. കിഴക്കൻ അറേബ്യൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണേഷ്യയിലെ ഏറ്റവും ചെറിയ ദ്വീപ് സമൂഹ രാജ്യമാണ് മാൽദീവ്സ് അഥവാ മാലദ്വീപ്. ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ പ്രധാന ഭൂപ്രദേശത്ത് നിന്ന് ഏകദേശം 750 കിലോമീറ്റർ അഥവാ 400 നോട്ടിക്കൽ മൈൽ അകലെ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും തെക്ക് പടിഞ്ഞാറായിട്ടാണ് മാലദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. വിമാനയാത്രയ്ക്കിടെ ഏകദേശം 10,000 അടി മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവ ചിതറിക്കിടക്കുന്ന രത്നങ്ങളെപ്പോലെ തോന്നും. കടലിനാട് അടയാളപ്പെടുത്തപ്പെട്ട 26 അറ്റോളുകൾ കോർത്തിണക്കിയ ഒരു രാജ്യം, അതാണ് റിപ്പബ്ലിക് ഓഫ് മാൽദീവ്സ്. ഇതൊരു വൈരുദ്ധ്യങ്ങളുടെ രാജ്യമാണ്. ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യമാണെങ്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ 90,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഈ രാജ്യത്തിൻ്റെതാണ്. ഇതൊരു ലോകോത്തര ആഡംബര വിനോദസഞ്ചാര കേന്ദ്രമാണ്. എങ്കിലും ആഡംബരത്തിന് നിരക്കാത്ത ഒരു കടുത്ത വെല്ലുവിളി മാലദ്വീപ്സ് അഥവാ മാലദ്വീപ് ഇന്ന് നേരിടുന്നുണ്ട്. നിലനിൽപ്പിനായുള്ള ഒരു പോരാട്ടം. മാലദ്വീപിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഉയരത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഉയരമില്ലായ്മയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 1.5 മീറ്റർ മാത്രം ഉയരത്തിലുള്ള ഈ രാജ്യം ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ്. ഇവിടെ സമുദ്രം വെറും ഒരു അയൽക്കാരനല്ല, അതെപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭീതി കൂടിയാണ്. മാലദ്വീപിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ വർഷങ്ങൾക്ക് മുന്നേ വ്യാപാരികളുടെ ഒരു ഇടത്താവളമായിരുന്നു ഈ ദ്വീപുകൾ. തുടക്കത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ള ബുദ്ധമത വിശ്വാസികളാണ് ഇവിടെ താമസമുറപ്പിച്ചത്. എന്നാൽ AD 1153 ഈ രാജ്യത്തിൻ്റെ ആത്മാവ് മറ്റൊരു ദിശയിലേക്ക് മാറി. ഒരു സമയത്ത് ബ്രിട്ടീഷുകാർ അടക്കി ഭരിച്ചിരുന്ന ഈ രാജ്യം ഇന്നത്തെ സ്വതന്ത്ര രാജ്യമായി മാറ്റിയെടുക്കാൻ ഒരുപാട് പേരുടെ കഠിന പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇന്ന് ഇതൊരു മുസ്ലിം രാജ്യമായി അറിയപ്പെടുന്നു. ഇസ്ലാം മതത്തിലേക്കുള്ള മാറ്റം മാലദ്വീപിനെ ഒരു സുൽത്താനേറ്റ് ആക്കി മാറ്റി. ഇത് ദക്ഷിണേഷ്യൻ അറബ് ആഫ്രിക്കൻ സ്വാധീനങ്ങളുടെ സവിശേഷമായ ഒരു സാംസ്കാരിക സംഗമത്തിന് വഴിതെളിച്ചു. വലിയ ലക്ഷ്യങ്ങളുള്ള ഒരു ചെറിയ രാഷ്ട്രമായി 1965 ബ്രിട്ടീഷ് സംരക്ഷണത്തിൽ നിന്ന് പുറത്തു വരികയും പൂർണ്ണമായി പരമാധികാരം നേടിയെടുക്കുകയും ചെയ്തു. 1970കളിൽ ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ 20 രാജ്യങ്ങളിൽ ഒന്നായിരുന്നു മാലദ്വീപ്. തുടർന്നാണ് വൺ ഐലൻഡ് വൺ റിസോർട്ട് എന്ന ആശയം കൊണ്ടുവരുന്നതും ഒറ്റപ്പെട്ട ദ്വീപുകളെ സ്വകാര്യ പർദീസ അല്ലെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന വാട്ടർ വില്ല അല്ലെങ്കിൽ റിസോർട്ടുകളാക്കി മാറ്റിയെടുക്കുന്നത്. അതോടുകൂടി ഒരു സാമ്പത്തിക അത്ഭുതം തന്നെ സൃഷ്ടിക്കാൻ ഈ കുഞ്ഞൻ രാജ്യത്തിന് സാധിച്ചു. ഇന്ന് മാലദ്വീപ് ഒരു അപ്പർ മിഡിൽ ഇൻകം ഇക്കോണമിയായി കാണപ്പെടുന്നു. ടൂറിസം രാജ്യത്തിന് മൂലധനമാകുമ്പോൾ മത്സ്യബന്ധനം അതിൻ്റെ ഹൃദയമിടിപ്പായി മാറുന്നു. പോളാൻഡ് ലൈൻ ചൂണ്ടയിട്ടുള്ള മത്സ്യബന്ധനത്തിൽ മാലദ്വീപ് ലോകത്തിന് തന്നെ മാതൃകയാണ്. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് ഓരോ മീനിനെയും പ്രത്യേകം പിടിക്കുന്ന ഈ സുസ്ഥിരമായ രീതി രാജ്യത്തിൻ്റെ വിശപ്പകറ്റുകയും ചെയ്യുന്നു. ആഡംബരവും പാരമ്പര്യവും തമ്മിൽ ഇടചേർത്ത് കൊണ്ടുപോകുന്നതിനാൽ തന്നെ ഇന്ന് മാലദ്വീപ് ഒരു ആഗോള ബ്രാൻഡായി തന്നെ മാറിയിരിക്കുന്നു. എന്നാൽ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ പ്രകൃതി ഇന്ന് മുമ്പെങ്ങും ഇല്ലാത്ത വിധം കടുത്ത സമ്മർദ്ദത്തെ നേരിടുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം ഇവിടെ ഭാവിയിലെ ഒരു ചർച്ചാ വിഷയമല്ല, അതൊരു ഇന്നത്തെ യാഥാർത്ഥ്യമാണ്. സമുദ്രജലത്തിൻ്റെ താപനില ഉയരുന്നത് പവിഴപ്പുറ്റുകളുടെ നാശത്തിന് കാരണമാകുന്നു. ദ്വീപുകളെ സമുദ്രത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന പ്രകൃതിദത്തമായ മതിലുകളായാണ് പവിഴപ്പുറ്റുകളെ കണക്കാക്കപ്പെടുന്നത്. ഈ പവിഴപ്പുറ്റുകളുടെ നാശത്തിനാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണമാവുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി കുടുമാലി പോലുള്ള കൃത്രിമ ദ്വീപുകളുടെ നിർമ്മാണവും കൂറ്റൻ കടൽ ഭിത്തികളുടെ പദ്ധതികളും ഉൾപ്പെടുന്നു. രാജ്യം അക്ഷരാർത്ഥത്തിൽ ഭാവിയിലേക്കുള്ള വഴി പണിതുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഭൂമിയോടുള്ള നമ്മുടെ ആഗോള പ്രതിബദ്ധതയുടെ ഏറ്റവും വലിയ പരീക്ഷണമായി മാലദ്വീപ് നിലകൊള്ളുന്നു. കണ്ടതിന് നന്ദി. ലോകത്തിലെ ഏറ്റവും സവിശേഷമായ രാജ്യങ്ങളുടെ കൂടുതൽ കഥകൾ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. താങ്ക് യു.